മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ അപ്പസ്തോല പ്രവൃത്തി 12-ാം അധ്യായം 14-ാമത്തെ വാക്യം, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 12 വേഴ്സ് 14. പത്രോസിന്റെ സ്വരം തിരിച്ചറിഞ്ഞ അവൾ സന്തോഷഭരിതയായ വാതിൽ തുറക്കുന്ന കാര്യം മറന്ന് അകത്തേക്ക് ഓടിച്ചെന്ന് പത്രോസ് വാതിൽക്കൽ നിൽക്കുന്നു എന്നറിയിച്ചു. സ്വന്തമായ ബോധ്യവും അതിലുറച്ചു നിൽക്കാനുള്ള അഭിപ്രായ സ്ഥിരതയും നമുക്ക് ആവശ്യമാണ്. കാര്യമായ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അഭിപ്രായ സ്ഥിരത ഉണ്ടായിരിക്കണം. നമുക്ക് ഉത്തമ ബോധ്യമില്ലാതെ മറ്റാരുടെയെങ്കിലും അഭിപ്രായത്തെ അന്ധമായി അനുസരിച്ച് പ്രവർത്തിച്ചാൽ ആപത്തിൽ വീഴാൻ ഇടയാണ്. ജീവിതം പരാജയമടയുകയും ചെയ്യും. അന്യരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കാം, പക്ഷെ അവ നമ്മുടെ ബോധ്യമായി മനസ്സിൽ രൂപപ്പെട്ടാൽ മാത്രമേ അതിനനുസരണമായി പ്രവർത്തിക്കാവൂ. ജെറുസലേമിൽ പോയാൽ പൗലോസിന് ആപത്ത് സംഭവിച്ചേക്കുമെന്ന് സംശയിച്ചു. ഹെരുസ്യായിലെ ക്രിസ്ത്യാനികൾ പൗലോസിനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. പക്ഷെ പൗലോസിന് വഴങ്ങാതെ സ്വന്തം ബോധ്യത്തിനനുസൃതമായി യാത്ര തുടർന്നു. ഇതിനു മുമ്പ് മിലേത്തൂസിൽ വെച്ച് എഫേസൂസിലെ ക്രിസ്ത്യാനികളും തന്നെ തടസ്സപ്പെടുത്തി. അപ്പോഴും പൗലോസ് സ്വന്തം ബോധ്യത്തിനനുസരിച്ച് ജെറുസലേമിലേക്ക് യാത്രയായി. ഈ ജീവിത സിദ്ധാന്തം പൗലോസിനെ അസാധാരണ വ്യക്തിയാക്കി തീർത്തു. പിന്നീടൊരു സംഭവത്തിൽ യാക്കോബിന്റെ അഭിപ്രായത്തിനനുസൃതമായി പൗലോസ് വഴങ്ങിപ്പോയി. നേർച്ചയുള്ള 4 പേരുടെ ചെലവ് വഹിക്കുകയും അവരോടൊത്ത് നേർച്ച കഴിക്കുവാൻ ദേവാലയത്തിലേക്ക് പോവുകയും ചെയ്തു. പൗലോസിന്റെ ബോധ്യത്തിന് വിപരീതമായൊരു പ്രവൃത്തിയായിരുന്നു അത്. തൽഫലമായി തന്റെ ആന്തരിക ശക്തി ക്ഷയിച്ചു. അപ്പോൾ പിടിക്കപ്പെടുകയും ചെയ്തു. പൗലോസ് സ്വന്തം ബോധ്യത്തിനനുസൃതമായി പ്രവർത്തിച്ചപ്പോൾ ഇല്ലാതായി. നാം ഈ അബദ്ധത്തിൽ വീഴുവാനിടയാകരുത്. നമ്മുടെ ചിന്തയും ബോധ്യവും മാത്രം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മൂലമായിരിക്കണം. നമ്മള് ബോധ്യത്തോടുകൂടി തീക്ഷ്ണതയോടെ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അത് വിജയമായി മാറുകയാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും.